റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കെ ശൈലജ CPM പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കും. കേരളത്തിൽ നിന്ന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പ്രഥമ പരിഗണന കെ ശൈലജയ്ക്കാണ്. PBയിലെ വനിതാ അംഗങ്ങളായ വൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഒഴിയുന്നത് ശൈലജയ്ക്ക് അനുകൂലമായ ഘടകമാണ്. കെ രാധാകൃഷ്ണൻ, തോമസ് ഐസക്, EP ജയരാജൻ എന്നിവരും PBയിലെത്താൻ സാധ്യതയുണ്ട്. റഹീസ് റഷീദിന്റെ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്ക്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. കാലേ വണക്കം അണ്ണை. മധുരയിലേക്ക് എങ്ങനെ எப்படி இருக்கு? സൗഖ്യമാ? ഒട്ടിക്കത്തെ ചൂട്. രാവിലെ 8 മണി ആയതുള്ളൂ. വേയർത്തൊലിക്കാണ് ഡോക്ടർ അരുൺ. നമ്മൾ മധുര തമക്കം ഹാളിന് മുന്നിലാണുള്ളത്. പറഞ്ഞോളൂ. പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കുന്നത് കെ ശൈലജ CPMന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നു. മധുര സമ്മേളനത്തോടുകൂടി വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കേന്ദ്ര കമ്മിറ്റിയിലുള്ള 2 വനിതകൾ വൃന്ദ കാരാട്ടും സുഭാഷിണി അലിയുമാണ്. ഈ 2 പേരും 75 വയസ്സെന്ന പ്രായ പരിധി കടക്കുന്നതോടുകൂടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുകയാണ്. സ്വാഭാവികമായും അവിടേക്ക് കൂടുതൽ വനിതകൾ വരേണ്ടതുണ്ട്. അത് കേരളത്തിൽ നിന്ന് കൂടുതൽ വനിതകളിൽ ഒരാൾ കേരളത്തിൽ നിന്നായിരിക്കും എന്നതാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ധാരണയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഏറ്റവും സീനിയറായ ഒരു വനിത എന്ന നിലയിൽ കെ ശൈലജ ടീച്ചർ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമ തീരുമാനം മധുര പാർട്ടി കോൺഗ്രസ് ആണ് എടുക്കേണ്ടത്. പക്ഷേ കെ ശൈലജയ്ക്ക് നിരവധി അനുകൂല ഘടകങ്ങളുണ്ട്. കെ ശൈലജയ്ക്കൊപ്പം മറ്റ് 2 പേരുകൾ കൂടി, ഒന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ദാവളയുടെ ജീവിത പങ്കാളി മറിയം ദാവളയുടെ പേര് സജീവമായി പരിഗണിക്കുന്നു. മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകിയുടെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട്. അവർക്കൊപ്പമാണ് കെ ശൈലജ ടീച്ചറിന്റെ പേരും സജീവമായി പരിഗണിക്കുന്നത്. ഇടയ്ക്ക് സംസ്ഥാനത്തെ നേതൃത്വവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചില അസ്വസ്ഥതകൾ ഉണ്ട് ഇവർക്ക് കെ ശൈലജ ടീച്ചർക്ക് എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ അതിനുശേഷം കൊല്ലം സമ്മേളനത്തോടുകൂടി കെ ശൈലജ ടീച്ചർ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ PB അംഗങ്ങൾ ഇരിക്കുമ്പോൾ പോലും കെ ശൈലജ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ പേര് കെ ശൈലജയാണ്. സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിനും ഒരു വനിത പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത് സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ തുടർ ഭരണം എന്ന ചർച്ചകളൊക്കെ നടത്തുമ്പോൾ കെ ശൈലജയെ വെട്ടി എന്ന പഴി മറികടക്കുക എന്നതുകൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം കെ ശൈലജയുടെ പേരിനൊപ്പം നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ കെ ശൈലജ PBയുടെ ഭാഗമാകുന്നത് കാണേണ്ടി വരും. നിലവിൽ PBയിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഒഴിവുകളില്ല എന്നത് എടുത്തു പറയണം. കാരണം 4 PB അംഗങ്ങളാണുള്ളത്. പിണറായി വിജയൻ, MA ബേബി, A വിജയരാഘവൻ, ഒപ്പം MV ഗോവിന്ദൻ, ഈ 4 പേരാണുള്ളത്. പക്ഷേ 6 പേർ ഒഴിയുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പാർട്ടി ഭരിക്കുന്ന പാർട്ടി ശക്തിയായുള്ള ഒരു സ്ഥലത്ത് നിന്ന് 1-2 ആളുകൾ കൂടി PBയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കേൾക്കുന്നുണ്ട്. ആ സാധ്യതയിലാണ് കെ ശൈലജ ടീച്ചറുടെ പേര് ഇടം പിടിക്കുന്നത്. ഒപ്പം മറ്റാരെങ്കിലും വീണ്ടും 2 പേരൊക്കെ വരികയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ്റെയും തോമസ് ഐസക്കിൻ്റെയും EP ജയരാജൻ്റെയും പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു റഹീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രേക്കോടുകൂടി നമ്മളുടെ വാർത്താ സംഘം മധുരയിൽ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.